ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു നാളെ സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് പദ്ധതിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ചടങ്ങ്. AI അധിഷ്ഠിത ഭാവിക്കായി ഇന്ത്യയുടെ തൊഴിൽ സേനയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്കിൽ ദ നേഷൻ ചാലഞ്ച് എന്ന ദേശീയ ബോധവൽക്കരണ യജ്ഞവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ വളർച്ചാ യാത്രയ്ക്ക് ആക്കം കൂട്ടിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ ഈ വർഷം ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് നോക്കിക്കാണുന്നതെന്നും പുത്തൻ തലമുറ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തുണ്ടായ അതിവേഗ പുരോഗതിയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർച്ചയിലെ ഒരു നിർണായക അധ്യായമായിരുന്നു 2025. ഇന്ത്യയുടെ ഉൽപാദന മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് പരിഷ്കാരങ്ങളുടെ വർഷം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വ്യാവസായിക സാമ്പത്തിക വികസനത്തിൽ 7.8% വളർച്ച പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് രാജ്യം ഉയർന്നു. പ്രധാന ആഗോള ഉൽപാദന കേന്ദ്രമായി വളർന്ന ഇന്ത്യയിൽ 2200 പുതിയ വിമാനങ്ങൾ കൂടി വന്നതോടെ വ്യോമയാന നിർമ്മാണം ശക്തി പ്രാപിച്ചു. GST 2.0 അവതരിപ്പിച്ചതിനു ശേഷം നിർമ്മാണ ചെലവ് കുറഞ്ഞത് ഉൽപാദന മേഖലയ്ക്ക് ഗുണകരമായതായാണ് വിലയിരുത്തൽ. ബീഹാർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് കാരണം ഏകദേശം 25 ട്രെയിനുകൾ 3 മണിക്കൂറിലധികം വൈകിയതായി ഇന്ത്യൻ റെയിൽവേയുടെ ഡൽഹി ഡിവിഷൻ അറിയിച്ചു. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക ജനുവരി 6 പ്രസിദ്ധീകരിക്കുമെന്ന് UP ചീഫ് ഇലക്ടറൽ ഓഫീസർ നവദീപ് റിൻവ പറഞ്ഞു. കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി 6 വരെ നീട്ടി. UPയിലെ അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6 പ്രസിദ്ധീകരിക്കും. അതേസമയം കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു പകർന്നു നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനം ഒരു സർവ്വമത ദർശന സമന്വയത്തിന്റെ തീർത്ഥാടനമായിരിക്കണമെന്നായിരുന്നു ഗുരുവിന്റെ ദർശനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ഡിസംബർ 26 ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്തെത്തുന്ന വിളംബര ജാഥയുടെ സമാപനവും ഇതോടൊപ്പം നടക്കും. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്നലെ വൈകിട്ട് 5 ക്ഷേത്രനട തുറന്നത്. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അർജുൻ എറിഗൈസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അർജുന്റെ വിജയം യുവാക്കൾക്കാകെ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് ജയം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടിയപ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് നേടാനേ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. 42 പന്തുകളിൽ നിന്ന് 68 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറാണ് കളിയിലെ താരം. ഷഫാലി വർമ്മയാണ് ടൂർണമെന്റിലെ താരം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ കൊച്ചിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന BJP നേതാവ് PC മോഹനൻ നിര്യാതനായി. വയനാട് കോട്ടക്കുന്ന് ശാന്തിനഗർ കോളനിയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. BJP ദേശീയ സമിതി അംഗം, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കർഷക മോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.